ഹായ് ഗായ്സ്, ഞാൻ ഒരുപാട് കാലമായിട്ടോ വ്ളോഗ് ചെയ്തിട്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ നിർത്തി വെച്ചിരുന്നു. പിന്നെ എനിക്ക് തുടങ്ങണം തോന്നി. കാരണം പഴയ വീഡിയോസൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നല്ല രസമാണ് കാണാനും. കുട്ടികളാണെങ്കിലും നമ്മളാണെങ്കിലും നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ ലൈഫ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ മാറ്റങ്ങളും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കരുതിയിരുന്ന വ്ളോഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ എന്ന് വെച്ചാൽ ഞാൻ കുറേ മുന്നേ എടുത്തു വെച്ചതാണ്. അപ്ലോഡ് ചെയ്യാതെ മടിച്ച് മടി കാരണം ഫോണിലിരുന്ന് പൂ പിടിച്ച വീഡിയോ ആണെന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതിന്മേൽ തന്നെ ആയിക്കോട്ടെ തുടക്കം എന്ന് കരുതിയിട്ട് അതും വ്ളോഗായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. സോ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കാണാം, അത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ബാംഗ്ലൂർ പോയ സമയത്ത് അവിടെ ഐക്യേൻ്റെ ഇതിൽ പോയിരുന്നു. അപ്പോൾ അവിടുത്തെ ഞങ്ങളുടെ അവിടുത്തെ കാഴ്ചകളും ഞങ്ങളുടെ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ അടിപൊളിയാണ്. എല്ലാ പർച്ചേസിങ് ആണ് മെയിനായിട്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഈ ഒരു ഇപ്പം നിങ്ങൾ കാണുന്നത് വെച്ചാൽ ഇവിടുത്തെ ഫുഡിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇവിടെ ഫുഡും നല്ല അടിപൊളി നല്ല ടേസ്റ്റിയുള്ള ഫുഡ് ഐറ്റംസാണ്. നമുക്ക് പൈസ കൊടുത്താൽ വാങ്ങാവുന്നതേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ്, അതായത് നമ്മുടെ ഡൈനിങ് സ്പേസ് ആയിട്ട് ഒരുപാട് സ്പേസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിരുന്ന് കഴിക്കുകയും ചെയ്യാം. ഇവിടെ എനിക്ക് ഇൻട്രസ്റ്റ് ആയത് എന്താ വെച്ചാൽ ഇവിടെ ചായ കുടിക്കണം. കോഫി നമ്മൾ സാധാരണ കോഫിക്കാണ് പൈസ കൊടുക്കാറ്, പക്ഷേ ഇവിടെ കോഫിക്കല്ല, ഒരു കപ്പിനാണ് പൈസ. ആ ഒരു കപ്പ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് നമുക്ക് എത്രയും ചായ കുടിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ്. നമ്മൾ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കത് രസമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. ഫുഡും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. നമുക്ക് പറ്റിയ കുറച്ച് ഐറ്റംസൊക്കെ സെലക്ട് ചെയ്തിട്ട് അവിടെ പോയിരുന്ന് കഴിച്ചു. അതിനൊരു കഷ്ണം എടുത്തോ, കഷ്ണം
ഇവിടെ എങ്ങനെയാ വെച്ചാൽ ഈ ഒരു ഡൈനിങ് സ്പേസ് അത്യാവശ്യം നല്ല ഡൈനിങ് ഏരിയ ഉണ്ട്. പറഞ്ഞ പോലെ നല്ല മാച്ചാണ്, കളർഫുള്ളായിട്ടൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു അറേഞ്ച്മെൻറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമാണ്, ഒരു വെറൈറ്റി ഗെയിമൊക്കെ ആയിട്ടാണ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് ശരിക്കും ഓരോ ഫ്ലോറിലായിട്ടാണ് കേട്ടോ ഉള്ളത്. ഡൈനിങ് എനിക്ക് തോന്നുന്നു കുറച്ച് ഏറ്റവും മുകളിലത്താണ്, പിന്നെ അതിൻ്റെ താഴേക്കായിട്ടാണ് ഈ ഒരു സ്പേസ് വരുന്നത്. ഇവിടെ എന്താ വെച്ചാൽ ഫുൾ പർച്ചേസിങ് ആണ് എല്ലാം. അതായത് ഒരു ഇൻറ്റീരിയറിലൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനവും അവിടെ കൊടുത്തിട്ടുണ്ടാവും. ഈവൻ ഒരു പെന്ന് വെക്കണ ബോക്സ് വരെ അവിടെ ഉണ്ട്. അത് നമുക്ക് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് നോക്കിയിട്ട് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. അങ്ങനെ വാങ്ങിക്കാൻ വരുന്ന ആളുകളാണ് അധികം. പിന്നെ അതുപോലെ എൻജിനീയേഴ്സും മാർക്കറ്റ്സും ഒക്കെ അവരുടെ ക്ലയൻറ്റിന് സാധനങ്ങൾ മേടിക്കാൻ വരുന്നവരുണ്ട്. നേരിട്ട് ക്ലയൻറ്റ് ഒറ്റയ്ക്ക് വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നവർ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ വന്നിട്ടുള്ള ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത്യാവശ്യം നല്ല ഏരിയ തന്നെ ഉണ്ട്, നടന്ന് കുഴങ്ങും എന്നൊക്കെ പറയാം. ഈ ഒരു സെക്ഷനൊക്കെ വന്നിട്ടുള്ളത് സോഫാസാണ്, പിന്നെ ബെഡ്ഷീറ്റിൻ്റെ വരുന്നുണ്ട്, അതുപോലെ നമ്മുടെ പ്ലേറ്റ്, സോസർ അങ്ങനത്തെ ഐറ്റംസ് വരുന്നുണ്ട്. ഇവിടെ ഓരോ സാധനങ്ങൾ മാത്രമല്ല കേട്ടോ, ഒരു കിച്ചൺ തന്നെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കബോർഡായിട്ടും സിങ്ക്, കട്ടിംഗ് ബോർഡിൻ്റെ അതിൻ്റെ സാധനങ്ങൾ, ഓരോ സ്പേസും അതിനായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തേക്കുക. അത് ഓരോ സെക്ഷനായിട്ട്. ഇപ്പോൾ കിച്ചൺ അറേഞ്ച്മെൻറ്റ് തന്നെ ഓരോ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ വെറൈറ്റി തീമിൽ സെറ്റ് ചെയ്തിട്ടുള്ള കിച്ചൺസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു തീം നമ്മുടെ വീടിന് യോജിച്ച രീതിയിൽ നമുക്ക് അവിടെ നോക്കിയിട്ട് നമുക്ക് വീടെന്താ ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു തീമിലാണ് കേട്ടോ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്.
പിന്നെ ഇവിടുത്തെ പ്രൊഡക്റ്റിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വെയ്റ്റ്ലെസ് ആയിരിക്കും കേട്ടോ. വലിയ ഹെവി വെയ്റ്റുള്ള പ്രൊഡക്റ്റൊന്നും അധികം ഉണ്ടാവില്ല. എല്ലാം നല്ല ക്യൂട്ടായിട്ട് നല്ല ഡിസൈനിലും കളേഴ്സിലും ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസാണ് ഒക്കെ ഉള്ളത്. ഈ ലാസ്റ്റ് ഓരോന്നിനും ഓരോ സെക്ഷനാണ്. ഇപ്പോൾ ചെയേഴ്സിൻ്റെ കണ്ടു, അതുപോലെ ബെഡ്ഷീറ്റിൻ്റെ ഭാഗങ്ങൾ എല്ലാം പർച്ചേസിങ്ങിനുള്ളത് തന്നെയാണ്. പിന്നെ പ്ലാന്റ്സുകൾ ആർട്ടിഫിഷ്യലായിട്ടും നാച്ചുറൽ പ്ലാന്റ്സും ഒക്കെ ഉണ്ട്. ബാസ്ക്കറ്റുകൾ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള നമ്മുടെ വീട്ടിലേക്ക് തന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത് പോകുമ്പോൾ അങ്ങനത്തെ ഒരു ഐറ്റംസാണ്. എല്ലാത്തിൻ്റെ പ്രൈസും കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഒരു ടാഗായിട്ട്. അപ്പോൾ ഇത് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. പിന്നെ ബാംഗ്ലൂർ പോകുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐക്യൻ്റെ ലൊക്കേഷനൊക്കെ നോക്കിയിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യുക. അത്യാവശ്യം നന്ന നടന്ന് കാണാനുണ്ട്. എന്നാൽ പർച്ചേസിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ഒരുപാട് അലഞ്ഞു തരേണ്ട നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് വീഡിയോസൊക്കെ എൻ്റെ ഫോണിലുണ്ട്, ഞാൻ അപ്ലോഡ് ചെയ്യും. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം കാണുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വിലപ്പെട്ടതാണ് കേട്ടോ. തീർച്ചയായിട്ടും കമൻറ്റുകൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇതുവരെയും ബൈ.